നമസ്കാരം. പ്രധാന വാർത്തകൾ. അർജന്റീന ടീം മാർച്ചിൽ വരും, അറിയിപ്പ് കിട്ടി. മെസ്സിയും ടീമും മാർച്ചിൽ കേരളത്തിൽ കളിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. മലപ്പുറത്ത് നടന്ന കായിക വകുപ്പിന്റെ വിഷൻ സെമിനാറിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 2 ദിവസം മുമ്പ് അർജന്റീന ടീമിന്റെ മെയിൽ വന്നുവെന്നും മാർച്ചിൽ കേരളത്തിൽ കളിക്കുമെന്നും അതിന്റെ പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നവംബർ മാസത്തിൽ അർജന്റീന ടീമിനെ കൊണ്ടുവരാനായിരുന്നു പദ്ധതിയിട്ടത്. കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ കളി നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ സ്റ്റേഡിയത്തിലെ ചില അസൗകര്യങ്ങൾ തടസ്സമായി. ഇപ്പോൾ അതെല്ലാം പൂർത്തിയായെങ്കിലും സ്റ്റേഡിയത്തിനുള്ള അംഗീകാരം ലഭ്യമാകാത്തതുകൊണ്ടാണ് കളി നവംബറിൽ നടക്കാതെ പോയതെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണ കവർച്ച 2ാം കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പോറ്റിയെ SIT കസ്റ്റഡിയിൽ വിട്ടു നൽകും. ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിയ കേസിൽ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കട്ടിള കടത്തി സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇപ്പോഴാണ് രേഖപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ SIT ചോദ്യം ചെയ്തു. SP ശശിധരനാണ് N വാസുവിന്റെ മൊഴിയെടുത്തത്. മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമാണ് N വാസു. വാസുവിന്റെ PA സുധീഷ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് വാസുവിനെയും SIT ചോദ്യം ചെയ്തിരിക്കുന്നത്. SITയുടെ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയാണ് ഇതോടെ പുറത്തുവരുന്നത്. തൃശൂർ മേയർ MK വർഗീസിനായി വാതിൽ തുറന്നിട്ടിരിക്കുന്നുവെന്ന് BJP. തൃശൂർ മേയർ MK വർഗീസിനെ സ്വാഗതം ചെയ്ത BJP വർഗീസിനായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയത്തെ സ്വാഗതം ചെയ്യുന്നയാളാണ് മേയർ. ഇടതുമുന്നണി 5 കൊല്ലം മേയറെ കൂച്ചുവിലങ്ങിടുകയായിരുന്നു. BJPയിലേക്ക് എത്തിയാൽ മേയർക്ക് പാർട്ടി നേതാക്കളുമായി ആലോചിച്ച് അർഹമായ പരിഗണന നൽകുമെന്നും BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കി. ക്രെയിൻ സ്കൂട്ടറിൽ തട്ടി യുവതിക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട കോന്നി അരുവാപ്പുലത്ത് വെച്ചാണ് അപകടമുണ്ടായത്. അരുവാപ്പുലം തോപ്പിൽ മിച്ചഭൂമിയിൽ താമസിക്കുന്ന രാജിയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. എതിർദിശയിൽ നിന്ന ക്രെയിനിൽ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. മികച്ച നടൻ മമ്മൂട്ടി. നടി ഷംല ഹംസ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തൃശൂർ രാമനിലയത്തിൽ വെച്ച് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാര പ്രഖ്യാപനങ്ങൾ നടത്തിയത്. മികച്ച നടനായി മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തു. ഭ്രമയുഗത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച നടിയായി ഷംല ഹംസയാണ് തിരഞ്ഞെടുത്തത്. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയമാണ് ഷംലയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. നടൻ ടൊവിനോ തോമസിന് പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിച്ചു. മികച്ച ചിത്രമായി മഞ്ഞുമൽ ബോയ്സിനെയും മികച്ച 2ാമത്തെ ചിത്രമായി ഫെമിനിച്ചി ഫാത്തിമയെയും തെരഞ്ഞെടുക്കുകയായിരുന്നു. മൂന്നാറിൽ മുംബൈ സ്വദേശിനിയായ വിനോദസഞ്ചാരിയെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ 2 ടാക്സി ഡ്രൈവർമാർ പിടിയിൽ. മൂന്നാർ സ്വദേശികളായ വിനായകൻ, വിജയകുമാർ എന്നിവരെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ വീഡിയോയിൽ നിന്ന് ഇവരെ തിരിച്ചറിയുകയായിരുന്നു. ഈ വീഡിയോ ആണ് പ്രതികളെ തിരിച്ചറിയുന്നതിൽ നിർണായകമായത്. സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് സ്വമേധയാ കേസെടുത്താണ് അന്വേഷണം നടത്തിവരുന്നത്. യുവതിയുടെ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാർ പോലീസ് കേസെടുത്തത്. തടഞ്ഞുവെക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഒക്ടോബർ 30-ന് മൂന്നാറിലെത്തിയ മുംബൈ സ്വദേശിനി ജാൻവിക്കാണ് ദുരനുഭവം ഉണ്ടായത്. ഇക്കാര്യം അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം നിന്ന് അസ്ഥികൂടം കണ്ടെത്തി. പുരുഷന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടത്തിന്റെ തലയൊട്ടി വേർപെട്ട നിലയിലാണ് കണ്ടെത്തിയത്. സ്റ്റേഷന് തെക്കുഭാഗത്ത് കാടുമൂടി കിടക്കുന്ന റെയിൽവേ ഭൂമിയിലാണ് അസ്ഥികൂടം കണ്ടത്. ലോറി ഡ്രൈവറാണ് വിവരം പോലീസിനെ അറിയിച്ചത്. മുണ്ടും ഷർട്ടും ചെരുപ്പും അസ്ഥികൂടത്തിൽ നിന്ന് വേർപെട്ടിട്ടില്ല. ഇതാണ് പുരുഷന്റേതാണെന്ന് സംശയിക്കാൻ കാരണം. മൃതദേഹാവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ചേർത്തലയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് 1 വർഷത്തിനിടെ കാണാതായ പുരുഷന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ചേർത്തല പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 11 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഹെഡ്മാസ്റ്റർ അറസ്റ്റിൽ. ബാഡൂർ പദവ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ NK സുധീറാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഗൃഹപ്രവേശന ചടങ്ങിനെത്തിയ പെൺകുട്ടിയാണ് പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി.
വൈകുന്നേരം ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും ചലനവും. മുതുകാട് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. വൈകിട്ട് 4:45 ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും നേരിയ ചലനവും ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുതുകാട് 2ാം ബ്ലോക്ക് മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത്. എന്നാൽ സെക്കൻഡുകൾ മാത്രമാണ് ചലനമുണ്ടായതെന്നും നാട്ടുകാർ പറഞ്ഞു.